Welcome back to the YouTube channel of Farukai Secondary School. Myself, Anisa, Department of Botany. Dear students, in last class we have discussed about pollination, different type of pollination. We know self-pollination and cross-pollination is there. And what are the characters of these type of flowers and what are the different examples for it. We know in self-pollinating flowers they have bisexual flowers. They are exposed flowers. So there is continuous self-pollination take place in these plants. Due to this continuous self-pollination, there is inbreeding depression take place. You know what is meant by inbreeding depression. It is the loss of fertility and productivity due to self-pollination. That is called inbreeding depression. അതായത് കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടക്കുമ്പോൾ പ്ലാന്റ്സിൽ പ്രൊഡക്ഷൻ കുറയും. ഇപ്പോൾ ഫ്രൂട്ടിൻ്റെ സൈസ് കുറയും, ഫ്ലവർ പ്രൊഡക്ഷൻ കുറയും. ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി, to overcome this inbreeding depression, naturally there are so many devices. That is to decrease self-pollination and also to promote cross-pollination. There are some devices. These devices are called outbreeding devices. Nature itself have some devices in plants. That is outbreeding devices. What are the different outbreeding devices? These outbreeding devices are to promote cross-pollination and to reduce self-pollination. സെൽഫ്-പോളിനേഷൻ കുറക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സെൽഫ് പോളിനേഷനിൽ നമ്മൾ എന്തൊക്കെയാണോ ക്യാരക്ടേഴ്സ് പറഞ്ഞത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞ സിങ്ക്രോണി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോട്ട് സിങ്ക്രോണൈസ്ഡ് എന്തൊക്കെ? പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ഈസ് നോട്ട് സിങ്ക്രോണൈസ്ഡ്. ഒരിക്കലും ഒരേ സമയത്താവരുത്. പോളൻ റിലീസും സ്റ്റിഗ്മ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതും ഒരേ സമയത്താവരുത്. ദാറ്റ് ഈസ് pollen release is just before stigma receptivity or stigma become receptive just before pollen release. ഒന്നുകിൽ പോളൻ റിലീസ് ചെയ്യുന്നത് സ്റ്റിഗ്മ മെച്യൂർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവുന്നത് പോളൻ മെച്യൂർ ചെയ്യുന്നതിന് മുമ്പായിരിക്കും. അപ്പോൾ ഈ വിധത്തിൽ നോട്ട് സിങ്ക്രണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ഒരേ ഫ്ലവർ ആണെങ്കിൽ, ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ പോലും സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുകയും ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യാനും കഴിയും. അപ്പോൾ അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു സെൽഫ് പോളിനേഷനിൽ നമ്മൾ പറഞ്ഞത് ഓട്ടോഗമിക്ക് നമ്മൾ പറഞ്ഞത് പോളൻ ഗ്രെയിൻസും സ്റ്റിഗ്മയും ലൈ ക്ലോസ് ടു ഈച്ച് അതർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ദേ ആർ ഇൻ ഡിഫറെൻറ്റ് പൊസിഷൻ. Stigma and stamens are in different position, located in different position. ഒന്ന് മുകളിലാണെങ്കിൽ ഒന്ന് താഴെയായിരിക്കണം. ആ വിധത്തിൽ പൊസിഷൻ ഡിഫറെൻ്റ് ആയാലും സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസസ് കുറവായിരിക്കും. ദാറ്റ് ഓൾസോ പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ. ഇപ്പോൾ രണ്ടെണ്ണം കിട്ടി. തേർഡ് വൺ, സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. ഇറ്റ് ഈസ് എ ജെനറ്റിക് മെക്കാനിസം to promote cross-pollination by preventing self-pollen from fertilization. അതിൻ്റെ തന്നെ പോളൻസ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈസെക്ഷൽ ഫ്ലവറിൽ സെയിം ഫ്ലവറിലുള്ള പോളൻ ഗ്രെയിൻസ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോളനിൽ എന്ത് നടക്കില്ല? ഫെർട്ടിലൈസേഷൻ നടക്കില്ല. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ പോളൻ ജെർമിനേഷൻ നടക്കാതിരിക്കും, അല്ലെങ്കിൽ പോളൻ ട്യൂബ് ഗ്രോത്ത് നടക്കാതിരിക്കും. ബൈ പ്രിവെൻറ്റിങ് പോളൻ ജെർമിനേഷൻ ഓർ പോളൻ ട്യൂബ് ഗ്രോത്ത് എന്തിനെ പ്രിവെൻറ്റ് ചെയ്യും? സെൽഫ് പോളൻ ആണെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ പ്രിവെൻറ്റ് ചെയ്യും.
That is called self-incompatibility. ഇപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ്-ഇൻകമ്പാക്റ്റിബിലിറ്റി. സെയിം പോളനാണെങ്കിൽ അതിനെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ പ്രിവെൻറ്റ് ചെയ്യാം by preventing pollen germination or pollen tube growth. Then fourth one is unisexuality. You know what is meant by unisexuality? There is unisexual flowers are there. Male and female flowers. Male and female reproductive organs are in different flowers. Sometimes it is on same plant. That condition is called a monoecious conditions. Cucurbit, castor, maize എന്ന് പറഞ്ഞാൽ ചോളം. ഇതിലൊക്കെ എന്താണ് മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഒരേ പ്ലാന്റിലാണ്. അപ്പം അങ്ങനെയുള്ള കേസിൽ ഓട്ടോഗമിയാണ് അവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഇനി പപ്പായയുടെ കേസിലാണെങ്കിൽ ദർ ഈസ് ഡിഫറെൻറ്റ് പ്ലാന്റ്, ഡൈഷ്യസ് കണ്ടീഷനാണ്. മെയിൽ പ്ലാന്റ് ഈസ് ദർ, ഫീമെയിൽ പ്ലാന്റ് ഈസ് ദർ. ആ ഒരു കേസിൽ ബോത്ത് ഓട്ടോഗമി ആൻഡ് ജെയ്റ്റ്നോഗമി ഈസ് പ്രിവെൻറ്റഡ്. ദാറ്റ് ഈസ് ഓൺലി ക്രോസ് പോളിനേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദീസ് കേസസ്. ദീസ് ആർ ദി ഡിഫറെൻറ്റ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്. ഒന്നാമത്തത് പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ഈസ് നോട്ട് സിങ്ക്രണൈസ്ഡ്. Stamens and stigma are in different position. Third one, self-incompatibility. Then fourth one, unisexuality. Due to these devices, self-pollination is prevented. It is discouraged and encouraged cross-pollination. So pollination take place there. That is, pollen grains are deposited on the stigmatic region. And what are the next events take place in these plants after pollination? That is called Pollen-Pistill Interaction. Let us discuss about how can this Pollen-Pistill Interaction take place. First, that is, pollen grains are deposited on the stigmatic region of a flower. ഒരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മാറ്റിക് റീജിയനിൽ പോളൻ ഗ്രെയിൻസ് ഡെപ്പോസിറ്റ് ചെയ്യും. Then what happened? These pollen grains are deposited, then pollen germination take place. Pollen grains in the exine is there, intine is there. This exine is rough one. There are some places that is called germ pores. These germ pore pollen tube growth take place. Then pollen tube growth take place and these pollen tube enter into the ovule. Pollination does not guarantee the right type of pollen only. That is, right type of pollen, that means it is compatible pollen. That means same flowers, pollen of same flower. Or sometimes it may be from other flowers also, from same plant or from different plant. That is a wrong type of pollen. ഇത് pollen grains deposit ചെയ്യുന്നത് that is by a pollinating agent like a wind and water. Pollination does not guarantee the transfer of right type of pollen. Here also wrong type of pollen also landed on the stigmatic region. That means right type of pollen, that means from the same flower or same plant or same species. For example, hibiscus flower in the stigma ഹിബിസ്കസിൻ്റെ മാത്രം പോളൻ ഗ്രെയിൻസ് ആണോ ഡെപ്പോസിറ്റ് ചെയ്യുക? റോസിൻ്റെ ഫ്ലവറിൽ റോസിൻ്റെ മാത്രം ഫ്ലവറാണോ ഡെപ്പോസിറ്റ് ചെയ്യുക? അല്ല. അല്ലേ? ദർ ആർ സോ മെനി ഡിഫറെൻറ്റ് ഇൻസെക്റ്റ് പോളിനേറ്റിംഗ് ഏജൻസ്, ബട്ടർഫ്ലൈസ് എക്സെട്ര ആർ ദർ. ഡ്യൂ ടു ദീസ് pollinating agent, there are different pollen grains are also deposited on the stigmatic region. If these pollen grains are from the same species, that type of pollen grains are right type of pollen.
That is also called a compatible pollen. അപ്പം ഹിബിസ്കസിൻ്റെ പ്ലാന്റിൽ റോസിൻ്റെ പോളൻ ഗ്രെയിൻസ് ഡെപ്പോസിറ്റ് ചെയ്യാം, തെച്ചിൻ്റെ പോളൻ ഗ്രെയിൻസ് ഡെപ്പോസിറ്റ് ചെയ്യാം. ഒരു ഗാർഡനിൽ ബട്ടർഫ്ലൈസ് ഇൻസെക്റ്റൊക്കെ മൂളിപ്പാട്ടും പാടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പോകും, ഇല്ല തേൻ കുടിക്കാൻ വേണ്ടി പോകും. അപ്പോൾ ആ സമയത്തൊക്കെ മേ ബി സംടൈംസ് പോളൻ ഗ്രെയിൻസ് ഡെപ്പോസിഷൻ നടക്കാം. അപ്പോൾ അങ്ങനെ സ്റ്റിഗ്മാറ്റിക് റീജിയനിൽ സെയിം പോളൻ ഗ്രെയിൻസ് ഡെപ്പോസിറ്റ് ചെയ്യാം, അതേസമയം ഡിഫറെൻറ്റ് പോളൻ ഗ്രെയിൻസ്, ഡിഫറെൻറ്റ് പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻസും ഡെപ്പോസിറ്റ്. ഇങ്ങനെ ഡിഫറെൻറ്റ് പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻസ് ആണെങ്കിൽ ദാറ്റ് ഈസ് റോങ് ടൈപ്പ് ഓർ നോൺ കമ്പാറ്റിബിൾ പോളൻ ഗ്രെയിൻസ് എന്ന് പറയും. ദി പിസ്റ്റിൽ ഹാസ് ദി എബിലിറ്റി ടു റെക്കഗ്നൈസ് ദി റൈറ്റ് ടൈപ്പ് ഓഫ് പോളൻ ഓർ എ റോങ് ടൈപ്പ് ഓഫ് പോളൻ. പിസ്റ്റിലിന് റൈറ്റ് ടൈപ്പ് ആണോ, കമ്പാറ്റിബിൾ ആണോ, നോൺ കമ്പാറ്റിബിൾ ആണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള എബിലിറ്റി ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് എ റൈറ്റ് ടൈപ്പ് ഓർ കമ്പാറ്റിബിൾ പോളൻ, pistil accept the pollen grains and fertilization take place. Post pollination take place and fertilization of that pollen grains take place. If it is wrong type, then it is rejected by the pistil. The pistil has the ability to recognize the right type or wrong type of pollen. That is by there is a continuous dialogue between pollen grains and pistil. That is, there is an interaction between pollen grains and pistil take place. Continuous ആയിട്ട് ഒരു ഇൻ്ററാക്ഷൻ, ഡയലോഗ് നടക്കുന്നുണ്ട് ഏത് തമ്മിൽ, ഈ പോളൻ ഗ്രെയിൻസും പിസ്റ്റിലും തമ്മിൽ. ദാറ്റ് ഈസ് ബൈ പ്രൊഡ്യൂസിങ് സം കെമിക്കൽ കമ്പണൻസ്. ചില കെമിക്കൽ കമ്പണൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായി പോളൻ ഗ്രെയിൻസും പിസ്റ്റിലും തമ്മിൽ ഒരു ഡയലോഗ് നടക്കുന്നുണ്ട്. ആ ഡയലോഗിൻ്റെ റിസൾട്ടാണ് എന്ത്, ആക്സെപ്റ്റ് ചെയ്യുന്നതും റിജക്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്യുന്നത് റൈറ്റ് ടൈപ്പ് ആയിരിക്കും, കമ്പാറ്റിബിൾ റൈറ്റ് ടൈപ്പ് ആയിരിക്കും. റിജക്റ്റ് ചെയ്യുന്നത് നോൺ കമ്പാറ്റിബിൾ ടൈപ്പും ആയിരിക്കും. We know these pollen grains are shed at the two-celled stage. That means there is a vegetative cell and generative cell. Pollen grains shed at the two-celled stage. Then it germinate through germ pore and pollen tube formation take place. Then these generative cell again divided into two male gamete. ഈ ജനറേറ്റീവ് സെല്ല് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും രണ്ട് മെയിൽ ഗാമറ്റ് ഉണ്ടാകും. ഇപ്പോൾ ടോട്ടൽ എത്ര സെൽസായി പോളൻ ഗ്രെയിൻസിനുള്ളിൽ? 3 സെൽ സ്റ്റേജ്. നേരത്തെ 2 സെല്ലാണ്, ഇപ്പോൾ 3 സെൽ സ്റ്റേജ്. ദാറ്റ് ടൈം പോളൻ ട്യൂബ് ഗ്രോസ് ടുവേഴ്സ് ദി മൈക്രോപൈൽ ഓഫ് ദി ഓവ്യൂൾ. സ്റ്റിഗ്മാറ്റിക് റീജിയനിൽ പോളൻ ഗ്രെയിൻസ് ഡെപ്പോസിറ്റ് ചെയ്തു. റൈറ്റ് ടൈപ്പ് ആണെങ്കിൽ, കമ്പാക്റ്റബിൾ ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തു, പോസ്റ്റ് പോളിനേഷൻ ഇവൻ്റ് നടക്കുന്നു. ഇൻകമ്പാക്റ്റബിൾ റോങ് ടൈപ്പ് ആണെങ്കിൽ, മറ്റ് പ്ലാന്റിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ആണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്ത പോളൻ ഗ്രെയിൻസ് 2 സെൽ സ്റ്റേജിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. പിന്നെ ജെം പോർ വഴി പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുന്നു. പോളൻ ട്യൂബിനുള്ളിൽ ഇപ്പോൾ വെജിറ്റേറ്റീവ് സെല്ലും പിന്നെ 2 മെയിൽ ഗാമറ്റും ആണുള്ളത്. ദെൻ പോളൻ ട്യൂബ് ഗ്രോത്ത് നടക്കുന്നു. എന്നിട്ട് ഇത് എക്സ്റ്റെൻഡ് ടുവേഴ്സ് ദി ഓവറി, ഓവറിക്ക് അടുത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദെൻ ഇറ്റ് എൻ്റർ ഇൻ ടു ദി ഓവ്യൂൾ ത്രൂ മൈക്രോപൈൽ. മൈക്രോപൈൽ വഴി ഇത് അതിനുള്ളിലോട്ടേക്ക് എൻ്റർ ചെയ്യും. മൈക്രോപൈലാർ റീജിയനിൽ എന്ത് കാണാൻ പറ്റും? നമ്മൾ നേരത്തെ എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 3 ആൻറ്റിപോഡൽസ് ഉണ്ട്, ദെൻ 3 സൈനർജിഡ്സ് ഉണ്ട്, 2 സൈനർജിഡ്സ് ആൻഡ് 1 egg cell. These 3 are together called egg apparatus, then 2 polar nuclei at the center. Then that is central cell. This is the structure of embryo sac. There is an ovule and micropylar region is the opening is called micropylar region. Opposite of micropylar region is chalacal region.
Then this pollen tube grow towards the ovary and enter into the ovule through this micropylar region. Then micropylar region there is 3 structure egg apparatus, that is 2 synergids and 1 egg cell. Here these synergids have finger-like projection, that is called filiform apparatus. These finger-like projections, that is filiform apparatus, guide the entry of pollen tube into the ovule. ഇതിനുള്ളിലോട്ടേക്ക് ഓവലിനുള്ളിലോട്ടേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ, ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് filiform apparatus, or what is meant by filiform apparatus? These are finger-like projections seen in the synergids. It guides the entry of pollen tube into the ovule. Then there is 2 male gamete. Then at this time the vegetative cell degenerate. Then 2 male gamete enter into the embryo sac. ഇതിനുള്ളിലോട്ടേക്ക് എൻട്രി. All these events from pollen grain deposition to the stigma to the entry of pollen tube into the ovule, they are together referred to as pollen-pistil interaction. Pollen grains stigmatic region deposit ചെയ്തത് മുതൽ ഇതിനുള്ളിലോട്ടേക്ക് ഓവ്യൂളിനുള്ളിലോട്ടേക്ക് പോളൻ ട്യൂബ് എൻ്റർ ചെയ്യുന്ന ഇത്രയും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇതിനെ എല്ലാം കൂടി പറയുന്ന പേരാണിത് pollen-pistil interaction. That is pollen-pistil interaction. It is a dynamic process. It involves acceptance of pollen grains or rejection of pollen grains if it is a wrong type. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസൈർഡ് ഹൈബ്രിഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് ബ്രീഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കും കൂടിയാണ്. ഇൻകമ്പാക്റ്റിബിൾ പോളൻ ഗ്രെയിൻസ് ആണെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസസ് ഉപയോഗിച്ചിട്ട് നമുക്കതിനെ കമ്പാക്റ്റിബിൾ ആക്കാൻ പറ്റും. ഇപ്പോൾ പോളിനേഷൻ നടന്നു. പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡിസൈർഡ് ടൈപ്പ് ക്രോസ് പോളിനേഷൻ ബൈ യൂസിങ് സം കെമിക്കൽ സബ്സ്റ്റൻസസ്. അപ്പോൾ നമ്മൾ ഡിസൈർ ചെയ്യുന്നത് എപ്പോഴും എന്താണ്, ഒരു സുപ്പീരിയർ ക്വാളിറ്റിയാണ്. കാരണം ബ്രീഡിംഗ് ഡിവൈസസ് ക്രോസ് പോളിനേഷൻ നടക്കാൻ വേണ്ടിയാണ്. അതായത് ബൈ ക്രോസ് പോളിനേഷൻ ദർ ഈസ് റീകോമ്പിനേഷൻ, ജെനറ്റിക് റീയൂണിയൻ ടേക്ക് പ്ലേസ്. ദാറ്റ് ഈസ് സുപ്പീരിയർ ഹൈബ്രിഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ക്രോസ് പോളിനേഷൻ. ദാറ്റ് ഈസ് സം നാച്ചുറൽ ഡിവൈസസ്. നമ്മളവിടെയൊക്കെ പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഡിവൈസസ് ആണ്. ഇത് നമുക്കൊരു സുപ്പീരിയർ ഹൈബ്രിഡ് നമുക്ക് കിട്ടണം, നമ്മുടെ ഡിസൈർഡ് ആയിട്ടുള്ള ക്യാരക്ടർ നമുക്ക് ലഭിക്കണമെങ്കിൽ then there is other method that is called artificial hybridization. It is the one of the method of crop improvement program. Artificial hybridization is one of the method of crop improvement program. What is meant by artificial hybridization? It is the crossing of 2 genetically different organisms ആർട്ടിഫിഷ്യലായിട്ട് 2 ഡിഫറെൻറ്റ് ജെനറ്റിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ക്രോസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ക്രോസിങ് ഓഫ് 2 ജെനറ്റിക്കലി ഡിഫറെൻ്റ് ഓർഗാനിസംസ്. ആർട്ടിഫിഷ്യൽ ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. നമ്മൾ ചെയ്യുന്നതാണ്, ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. നമുക്കതിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? 2 പ്ലാന്റ് ഉപയോഗിച്ചിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സെലക്ഷൻ ഓഫ് പാരൻസ്. ഒന്നാമത്തെ സ്റ്റെപ്പ് പാരൻസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പോളിനേഷൻ എന്ന് പറയുമ്പോൾ 2 പ്ലാന്റ് വേണം. അതിലൊന്ന് മെയിൽ പ്ലാന്റ് ആയിരിക്കണം, ഒന്ന് ഫീമെയിൽ പ്ലാന്റ് ആയിരിക്കണം. നമ്മുടെ ഡിസൈർഡ് ക്യാരക്ടർ ഏതാണോ അതിനെയാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ ആ ഡിസൈർഡ് ക്യാരക്ടേഴ്സ് ഉള്ള 2 പ്ലാന്റിനെ ഒന്നിനെ മെയിൽ പ്ലാന്റ് ആയിട്ടും ഒന്നിനെ ഫീമെയിൽ പ്ലാന്റ് ആയിട്ടും സെലക്ട് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് ദാറ്റ് ഈസ് ഇമാസ്കുലേഷൻ.
എന്താണ് emasculation? What is meant by emasculation? It is the removal of anther from the bisexual flower of a female plant. Before dehiscence of anther by using forceps. Forceps ഉപയോഗിച്ചിട്ട് ആന്തർ ഡിഹൈസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ബൈസെക്ഷൽ ഫ്ലവറിൽ നിന്ന് ഫീമെയിൽ പാരൻ്റായിട്ട് എടുക്കുന്ന ബൈസെക്ഷൽ ഫ്ലവറിൽ നിന്ന് ആന്തർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഇമാസ്കുലേഷൻ? The removal of anther from the bisexual flower of a female plant before anther dehiscence. ഇതിനു വേണ്ടിയാണ് ആന്തർ റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിലേ റിമൂവ് ചെയ്യണ്ടു. നമ്മൾ എടുക്കുന്ന ഫീമെയിൽ പ്ലാന്റ് ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ഇമാസ്കുലേഷൻ നടത്തണം. But then what is the purpose of emasculation? That is also very important question. ഇതിനു വേണ്ടിയാണ് to avoid സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ അതിൻ്റെ തന്നെ പോളൻ ഗ്രെയിൻസ് അതിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇമാസ്കുലേഷൻ ചെയ്യുന്നത്. ഇത് സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇമാസ്കുലേഷൻ ചെയ്യുന്നത്. യൂണിസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ഫീമെയിൽ പ്ലാന്റ് ആയിട്ട് എടുക്കുന്നത് ഫീമെയിൽ ഫ്ലവർ ആണെങ്കിൽ ഇമാസ്കുലേഷൻ ആവശ്യമുണ്ടോ? ഇല്ല. ഇഫ് ഇറ്റ് ഈസ് ബൈസെക്ഷൽ then it is emasculated. Unisexual ആണെങ്കിൽ there is no need of emasculation. But second step, emasculation. Then third step, that is bagging. The emasculated flowers should be protected from unwanted flowers, unwanted pollens. So it is covered by a butter paper. ഒരു ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇമാസ്കുലേറ്റഡ് ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, കവർ ചെയ്യണം. എന്തിനു വേണ്ടിയാണ് കവർ ചെയ്യുന്നത്? സ്റ്റിഗ്മയിലോട്ടേക്ക് വേറെ ഏതെങ്കിലും പോളൻ ഗ്രെയിൻസ്, അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസ് വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈഡ് പ്ലാന്റ് ഇവിടെ കിടക്കുകയാണ്. അത് വെച്ചിട്ടല്ല പോളിനേഷൻ നടക്കാം. അപ്പം ഇത് നമ്മൾ കവർ ചെയ്തില്ലെങ്കിൽ, ഒരു ബട്ടർ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും പോളൻ ഗ്രെയിൻസ് വന്നിട്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സിനെ ആ സമയത്ത് തന്നെ എന്ത് വേണം? ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ബാഗ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അതായത് പോളൻ ഗ്രെയിൻസ്, ഡിസൈഡ് പോളൻ ഗ്രെയിൻസ് ഫ്രം അവർ മെയിൽ പ്ലാന്റ് that is deposited artificially by using a forceps. ഒരു ഫോർസെപ്സ് കൊണ്ട് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ഏത് പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻസ് ആണ് ഒരു പ്ലാന്റിനെ മെയിൽ പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പോളൻ ഗ്രെയിൻസ് ഇതിലോട്ടേക്ക് ടെസ്റ്റ് ചെയ്യാം. ദറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആഫ്റ്റർ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഇറ്റ് അഗെയിൻ റീബാഗ്ഡ്. അല്ലെങ്കിൽ നമ്മുടെ പോളൻ ഗ്രെയിൻസിനോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും പോളൻ ഗ്രെയിൻസ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് സക്സസ് ആവും, നമ്മളിത് ഫെയിലായി പോകും. അപ്പോൾ അതിനുള്ളൊരു ചാൻസ് ഉണ്ടാവരുത്. അപ്പോൾ ആഫ്റ്റർ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഇറ്റ് അഗെയിൻ റീബാഗ്ഡ്. ദെൻ വി വിൽ ഗെറ്റ് സീഡ് ബൈ ഫെർട്ടിലൈസേഷൻ. പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കും, അങ്ങനെ നമുക്ക് സീഡ് കിട്ടും. ഇതൊരു പുതിയൊരു ഹൈബ്രിഡാണ്. ഇങ്ങനെയാണ് ഹൈബ്രിഡ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ഡിസൈഡ് ക്യാരക്ടേഴ്സ് ഉള്ള ഹൈബ്രിഡ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രോസ് പോളിനേഷൻ ആർട്ടിഫിഷ്യൽ ടൈപ്പാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അതിൽ 3 സ്റ്റെപ്പാണുള്ളത്. ഒന്ന്, പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യാം. രണ്ടാമത് ഇമാസ്കുലേഷൻ, റിമൂവൽ ഓഫ് ആന്തർ ഫ്രം എ ബൈസെക്ഷൽ ഫ്ലവർ ഓഫ് എ ഫീമെയിൽ പ്ലാന്റ്. തേർഡ് വൺ ബാഗിങ്, then artificial pollination and rebagging. These are the different steps of artificial hybridization. അപ്പോൾ നാച്ചുറലായിട്ട് പോളിനേഷൻ നടന്നു, അല്ല നമുക്ക് നമ്മുടെ ഡിസൈഡ് ക്യാരക്ടേഴ്സ് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തി. അങ്ങനെ പോളിനേഷൻ നടന്നു, പോളൻ ട്യൂബ് ഗ്രോത്ത് നടന്നു.
pollen tube enter into the ovule, that is pollen-pistil interaction is over there. Then what is next? Pollination നടന്ന് pollen ട്യൂബിനുള്ളിൽ pollen ട്യൂബിൻ്റെ ഗ്രോത്ത് നടന്നു ഓവ്യൂളിനുള്ളിൽ രണ്ട് മെയിൽ ഗാമറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനെന്ത് സംഭവിക്കും? ഈ രണ്ട് മെയിൽ ഗാമറ്റ് എന്ത് സംഭവിക്കും? That is, let us study about double fertilization. We know angiosperms means flowering plants. These angiosperms have a very peculiar type of fertilization that is called a double fertilization. That means inside the pollen grains there are generative and vegetative cells. Generative cell produce 2 male gamete instead of 1 male gamete. നമ്മൾ ബാക്കി എല്ലാ കേസിലും പറഞ്ഞത് ഒരു മെയിൽ ഗാമറ്റ് എന്നുള്ളത്. ബാക്കിയുള്ള കേസിലൊക്കെ ബാക്കിയുള്ള പ്ലാന്റ്സിലൊക്കെ പോളൻ ഗ്രെയിൻസിനുള്ളിൽ ഒരു മെയിൽ ഗാമറ്റ് ആണ് ഉണ്ടാകുന്നത്. അതേസമയം ഇവിടെ 2 മെയിൽ ഗാമറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ 2 മെയിൽ ഗാമറ്റും പോളൻ ട്യൂബ് വഴി ഓവ്യൂളിനുള്ളിലോട്ടേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. പോളൻ ട്യൂബിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു മെയിൽ ഗാമറ്റ് ഇതിനുള്ളിലുള്ള എഗ് അപ്പാരറ്റസിലുള്ള ഫീമെയിൽ ഗാമറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യും. വൺ ഓഫ് ദി മെയിൽ ഗാമറ്റ് ഫ്യൂസസ് വിത്ത് ഫീമെയിൽ ഗാമറ്റ് ആൻഡ് ഫോം സൈഗോട്ട്. അതാണ് എന്തായി മാറുന്നത്? സൈഗോട്ടായി മാറുന്നത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് സിങ്കമി. സൈഗോട്ട് അഗെയിൻ ഫോം എംബ്രിയോ. സൈഗോട്ടാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് സിങ്കമി. ഇപ്പോൾ ഒരു മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റ്, നമുക്കറിയാം മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റ് എന്നാണ്. എൻ മീൻസ് ഒരു സെറ്റ് ക്രോമസോമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു എന്നും കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന സൈഗോട്ട് 2n ആണ്. എംബ്രിയോ ഓൾസോ 2n ആണ്, ഡിപ്ലോയിഡ് ആണ്. ഒരു ഹാപ്ലോയിഡ് മെയിൽ ഗാമറ്റും ഒരു ഹാപ്ലോയിഡ് ഫീമെയിൽ ഗാമറ്റും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് that again develop to form embryo. It is also diploid and this process is called syngamy. ഇനി 2 മെയിൽ ഗാമറ്റ് ഉണ്ട്. രണ്ടാമത്തെ മെയിൽ ഗാമറ്റ് എന്ത് സംഭവിക്കുന്നു? സെക്കൻഡ് മെയിൽ ഗാമറ്റ് ഫ്യൂസസ് വിത്ത് ദീസ് പോളാർ ന്യൂക്ലിയ. ഇതിനുള്ളിൽ 2 പോളാർ ന്യൂക്ലിയ ഉണ്ട്. മെയിൽ ഗാമറ്റ് ഈസ് ഹാപ്ലോയിഡ്, പോളാർ ന്യൂക്ലിയ ആർ ഓൾസോ ഹാപ്ലോയിഡ്. So these second male gamete fused with these polar nuclei, 2 polar nuclei fused together to form secondary nuclei inside the central cell. Central cell ഉള്ളിലാണ് 2 polar nuclei ഉള്ളത്. These 2 polar nuclei fused together and form secondary nuclei. They again fused with the second male gamete and form primary endosperm nuclei. Male gamete is haploid and polar nuclei, they are also haploid. 2 polar nuclei fused together then form a diploid secondary nuclei. So primary endosperm nuclei is a triploid 3n. It again develop to form endosperm. Endosperm is also triploid 3n. This process is called a triple fusion. Why it is called a triple fusion? എന്തുകൊണ്ടാണ് ഇതിന് ട്രിപ്പിൾ ഫ്യൂഷൻ എന്നുള്ള പേര് വന്നിട്ടുണ്ടാവുക? Here fusion of 3 haploid nuclei take place. 3 haploid nucleusന്റെ ഫ്യൂഷനാണ് ഇവിടെ നടക്കുന്നത്. So this process is called a triple fusion. These 2 syngamy and triple fusion together called double fertilization. This is a peculiarity of angiosperms. Angiospermന്റെ മാത്രം പ്രത്യേകതയാണ് എന്ത്? double fertilization. It involves 2 processes, that is syngamy and
triple fusion. Syngamy means fusion of male and female gamete and form zygote. Zygote again develop to form embryo. It is a diploid embryo. And second male gamete fuses with the two polar nuclei and form primary endosperm nuclei. It is also called a pen. It is also very important. This double fertilization is an essay type question. Again expand a pen. That is very important question. Pen, that means primary endosperm nuclei. And that cell is called primary central cell, that is formed and from primary endosperm cell. It is again form, this primary endosperm cell again form endosperm, and that process is called a triple fusion. It is called these two syngamy and triple fusion together called double fertilization. I am concluding the session. First we learn outbreeding devices. What are the different outbreeding devices? Then pollen-pistil interaction. Pollination നടന്ന് സ്റ്റിഗ്മയിലോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ഓവറിലോട്ട് ഉള്ളിലോട്ടേക്ക് പോളൻ ട്യൂബ് എൻട്രി ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സിനാണ് പോളൻ-പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിഫിഷ്യലി എങ്ങനെ പോളിനേഷൻ നടക്കാം, ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. And angiosperm fertilization is called a double fertilization. To have two male gamete, first male gamete fuses with the female gamete and form zygote, and again zygote develop to form embryo. Second female gamete fuses with the polar nuclei and form endosperm, primary endosperm nuclei. Then that cell is called a primary endosperm cell. It develop to form endosperm. These syngamy and triple fusion together called double fertilization. That's all about today's session. ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന അസൈൻമെൻറ്റ് നിങ്ങൾ ചെയ്യാം. അതിൻ്റെ ആൻസർ നോട്ട്ബുക്കിലോട്ടൊക്കെ എഴുതാം. Thank you.